വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടി യാത്രകളിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കൊച്ചി ടു നേപ്പാൾ സൈക്ലിങ്ങിന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഞാൻ ഇവിടെ എത്തിപ്പെട്ടതും ഇതാണ് മദർ ഹൗസ്. ഇവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ട് ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഏകദേശം ഒരു 9 മാസം അടുത്തായി. അതുകൊണ്ട് കുറച്ചാളായിട്ട് യാത്രകളൊന്നും ഉണ്ടായില്ല. കുറച്ചാളായിട്ട് ഇവിടെ ഒരു ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് ക്യാമറയൊക്കെ റെഡിയാക്കി ഇപ്പോൾ ഈ ഞായറാഴ്ച ഇവിടെ നിന്ന് നേപ്പാളിലേക്കുള്ള യാത്ര തുടങ്ങണം. ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് നേരെ വിശാഖപട്ടണം വഴി കൊൽക്കത്തയിൽ നിന്ന് നേരെ നേപ്പാളിലേക്കുള്ള യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യണ കുറച്ച് പാക്കിംഗ് ഗിയേഴ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്നൊരു ബാക്ക് പാക്ക് ചെയ്തിട്ടുള്ള യാത്രകൾ നടത്തുന്ന ആൾക്കാർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് മറക്കാതെ മൊത്തമായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കുറേ നാളായിട്ട് ഷെൽഫിലെടുത്ത് വെച്ചേക്കണം കൊച്ചി ടു നേപ്പാൾ ബോർഡ്. ഞാൻ വന്ന ടൈമിലെടുത്ത് പെയിൻറ്റിങ് കഴിഞ്ഞ ടൈമിൽ ഞാൻ ഷെൽഫിലോട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അതെല്ലാം എടുത്ത് ഇനി സൈക്കിളിൽ അതൊന്ന് പിടിപ്പിക്കണം. അങ്ങനെ ബോർഡെന്ന് പറഞ്ഞാൽ ഈ യാത്ര തുടങ്ങിയ ടൈമിൽ ഞാൻ നാട്ടിൽ നിന്ന് ബോർഡൊന്നും ഇല്ലാതെ വന്ന കണ്ടിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പരിചയപ്പെട്ട ഒരു വിജു ചേട്ടനുണ്ട്. വിജു ചേട്ടനാണ് എനിക്ക് ഈ ബോർഡെല്ലാം റെഡിയാക്കി തന്നിട്ട് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് തന്നെ ഈ സ്റ്റിക്കറിങ് എല്ലാം ചെയ്തത്. ഇതിനിപ്പോൾ ബോർഡൊക്കെ എടുത്ത് തിരിച്ച് പിടിപ്പിക്കണം. കുട്ടൂസനെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാരിയറും അതുപോലെ തന്നെ കൊട്ടയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ലഗേജ് നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി സിമ്പിളായിരിക്കും. നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു ക്യാരി ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ കൊട്ടയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ ക്യാമറ ആണെങ്കിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ നേരത്തൊക്കെ എടുത്ത് വെക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടൂസനെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച ആയിരിക്കും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ബാംഗ്ലൂരിൽ നിന്ന് നേരെ ആന്ധ്ര ബോർഡറിലെ ലെപ്പാക്ഷി ടെമ്പിൾ, അവിടെ നിന്ന് പിന്നെ നേരെ വിശാഖപട്ടണം, അവിടെ നിന്ന് കൊൽക്കത്ത, അവിടെ നിന്ന് നേപ്പാളിലേക്കായിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കലക്കം കുറേ വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഈ യാത്രയിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ട്രാവലിംഗ് ഗിയേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ, അതുപോലെ തന്നെ പെട്ടെന്നൊരു ബാക്ക് പാക്കിംഗ് ട്രാവൽ പ്ലാൻ ചെയ്യണം, അതുപോലെ ക്യാമ്പിംഗ് എല്ലാം പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന കുറച്ച് ഐറ്റംസ് തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ ആണ്. അപ്പോൾ മറക്കാണ്ട് മൊത്തത്തിലിരുന്നെല്ലാം കാണുക. ഞാനെല്ലാം ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബാക്ക് പാക്ക് തന്നെ നോക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബാക്ക് പാക്ക്. ഇത് മേടിച്ചിട്ട് അധികം നാളായിട്ടില്ല. ഈ ട്രിപ്പ് തുടങ്ങിയപ്പോഴേക്കും മേടിച്ചാണ്. ഇത് ഏകദേശം ഒരു വർഷം, എന്നാലും ഏകദേശം ഒരു വർഷമായി. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഉള്ളിലാണെങ്കിൽ നല്ല സ്പേസുകൾ. അതുപോലെ തന്നെ ഉള്ളിലാണ് ഞാൻ ഈ വാലറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇതിനകത്ത് ഒറിജിനൽ ID പ്രൂഫ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രമായിട്ട് എമർജൻസി ഒക്കെ വരുമ്പോൾ മാത്രം തുറന്നാൽ മതില്ല, മിസ്സായൊന്നും പോകില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കി സ്പേസിലാണ് ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വെസ്റ്റ് ബാഗാണ്. വെസ്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഇതാണ്. അതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പേഴ്സ് യൂസ് ചെയ്യണതിലും നല്ലത് ഇത് തന്നെയാണ്. കാരണം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് ആണെങ്കിൽ പോക്കറ്റ് അടിച്ച് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ആകുമ്പോഴും പോകാനെല്ലാം നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ടൊക്കെ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പേഴ്സിലായിരിക്കില്ല നമ്മുടെ ID കാർഡുകൾ, അതുപോലെ തന്നെ ATM കാർഡ്, ഇതെല്ലാം ഉണ്ടാവണം. അപ്പോൾ ഇതേപോലത്തെ ബാഗ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. എപ്പോഴും നമ്മുടെ അരയിൽ ഒരു ബെൽറ്റ് പോലെ തന്നെ കിടക്കും. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺഗ്ലാസ്. സൺഗ്ലാസ് ഒരു മെയിനായിട്ട് വേണ്ട ഒരു കാര്യം തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈവേ കൂടിയൊക്കെ പോകുന്ന ടൈമിൽ പൊടിയും പുകയും ഇതെല്ലാം കൂടി വന്ന് കണ്ണിലോട്ടൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഷേപ്പിലെ സൺഗ്ലാസ്സുകളാണെങ്കിൽ പരമാവധി നമ്മുടെ കണ്ണിലോട്ട് പോകുന്ന പൊടികളും പുകകളും എല്ലാം തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഇത് ഒരു ഫാസ്റ്റ് ട്രാഗിൻ്റെ ഒരു സൺഗ്ലാസ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്പാണ് ഞാൻ സൈക്ലിങ്ങിൻ്റെ ടൈമിൽ യൂസ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഈ സൺഗ്ലാസ്സൊക്കെ വെച്ച് വേദന എടുക്കുമ്പോൾ എടുത്ത് മാറ്റി വെക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമായിട്ട് വെക്കാൻ പറ്റും. ഈ ക്യാപ്പിൽ സൈഡിൽ ബെൽറ്റൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഗ്ലൗസ്. തണുപ്പത്തോട്ടെല്ലാം പോകാൻ നേരത്ത് ഉപകാരപ്പെടും ഗ്ലൗസ്. അപ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ടെൻറ്റിൻ്റെ അടിയിൽ വിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു ഷീറ്റാണ്. ഷീറ്റ് നമുക്ക് ഉപകാരപ്പെടും. കാരണം ടെൻറ്റിന് ഡാമേജും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് ഡയറക്റ്റ് പുല്ലിലും കല്ലിലൊക്കെ കൊണ്ടുവിട്ടാൽ. അപ്പോൾ ഒരു ഷീറ്റ് കരുതണ നല്ലതാണ് ടെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെല്ലാം. പിന്നെ ഇതാണ് എൻ്റെ ഒരു ടൂൾ ബോക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പഞ്ചറൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ പഞ്ചർ ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ടൂൾസും പിന്നെ സൈക്കിളിന് വേണ്ട കുറച്ച് സ്പാനറും കാര്യങ്ങളൊക്കെയാണ്.
അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക് പാക്കാണ് ഇത് കിപ്സിയുടെ ഒരു ബാക്ക് പാക്കാണ്. ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റിലാണ്. ഞാൻ നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു ബാക്ക് പാക്ക് തന്നെയാണ് ഇത്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ യാത്രയിൽ വേറൊരു കൂട്ടുകാരനാണ് ഇവൻ്റെ പേരാണ് ഈറം. ഇവനെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ 2021 യാത്രയിൽ തിരിച്ചു വന്ന വഴി ഹരിയാന വെച്ചിട്ട് കളഞ്ഞു കിട്ടിയാണ്, റോഡ് സൈഡിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് വന്ന വഴിക്ക് ഇവന് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒപ്പം കൂടി ഇവനിപ്പം മുടിയായി, മാലയായി, തൊപ്പിയായി. ഇവൻ്റെ പേരാണ് ഇപ്പോൾ ഈറം. ശരിക്കും യാത്രേൻ്റെ ഇടയിൽ ഒറ്റപ്പെടാൻ നേരത്തുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കൂടെയുള്ള ഇവൻ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ മേടിച്ചത് ഒരു 800 റുപ്പീസിന് അടുത്താണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ച വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഓഫർ കിട്ടിയപ്പോഴേക്കും അത്യാവശ്യം ഇപ്പോൾ ഒരു 2-3 വർഷം മേളിലായിട്ടും ഞാൻ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു 8 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പിടിക്കുള്ളൂ. ഭയങ്കര വലിയ തണുപ്പിലൊന്നും പറ്റൂലെങ്കിലും എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പോയ സ്ഥലങ്ങളിലെല്ലാം യൂസ് ചെയ്യണ സ്ലീപ്പിംഗ് ബാഗ് അത് തന്നെയാണ്. അതേപോലെ തന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ടെൻറ്റ്. ഇതായിരിക്കുള്ളൂ ഏറ്റവും 2 പേർക്ക് പറ്റിയൊരു ടെൻറ്റാണ്. 2 പേഴ്സൺ ടെൻറ്റാണ്. ഡെക്കാത്ലോണിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഏറ്റവും കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാനായിട്ടും പറ്റിയത് 2 പേരൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ഏറ്റവും നല്ലൊരു ടെൻറ്റ് ഓപ്ഷനിൽ പറ്റിയൊരു ടെൻറ്റ് തന്നെ. കാരണം ബഡ്ജറ്റ് ആണെങ്കിൽ ഒരു 2000 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ടെൻറ്റ് മേടിക്കാനും പറ്റും. അതാണെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് എത്ര കാറ്റ് വന്നാലും നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷനിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റും. കാരണം ഞാൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ 2021 പോയ ടൈമിൽ പ്രളയവും മഴയും ഉള്ള ടൈമിലൊക്കെ ഫുള്ള് ഈ ടെൻറ്റ് അടിച്ചിട്ട് തന്നെയായിരുന്നു മഹാരാഷ്ട്രയൊക്കെ ഫുള്ള് കവർ ചെയ്ത്. അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു ബാക്ക് പാക്കാണ്. ഇതിനകത്താണ് ഞാൻ മെയിനായിട്ടുള്ള പെട്ടെന്ന് എമർജൻസിയിൽ എടുക്കാൻ പറ്റണ ചാർജറുകൾ, അതുപോലെ തന്നെ പവർ ബാങ്ക്, പിന്നെ ഈ ഒരു ചാർജിങ്ങിൻ്റെ സോക്കറ്റ്, ഇതെല്ലാം കൂടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെക്കണ ബാഗാണ്. ഇതാകുമ്പോൾ ഫ്രണ്ടിൽ കൊട്ടയിൽ തന്നെ വെക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ എടുക്കാനായിട്ടൊക്കെ സിമ്പിളാണ്. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യണ സ്പീക്കർ. ഓരോ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാൻ നേരത്ത് പാട്ട് കേൾക്കാനും, പിന്നെ സൈക്കിളിൽ പോകാൻ നേരത്ത് ഞാൻ ഫ്രണ്ടിലൊക്കെ പാട്ട് വെച്ചിട്ട് അങ്ങനെയാണ് സൈക്കിൾ ചവിട്ടി പോവാറ്. അപ്പോൾ നല്ല ഉപകാരപ്പെടുന്ന ഒരു സ്പീക്കർ തന്നെയായിരുന്നു അത്. MIVAയുടെ 700 രൂപ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫർ കിട്ടിയപ്പോൾ മേടിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ യൂസ് ചെയ്യണ ഒരു ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ചെയ്യാൻ നേരത്ത് ചില സമയത്ത് ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും, കറണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ടെൻ്റ് അടിച്ച് കഴിയാൻ നേരം നമുക്ക് ഇരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ടെൻറ്റിൻ്റെ അകത്ത് വെട്ടം കിട്ടാൻ വേണ്ടി പവർ ബാങ്ക് കണക്ട് ചെയ്താൽ മതി. അത്യാവശ്യം ഒരു 10,000 പവർ ബാങ്ക് ഫുൾ ചാർജിൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ വരെ ലൈറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടാബ്. ഞാൻ ഗോപ്രോയിൽ എടുക്കുന്ന വീഡിയോ എല്ലാം ടാബിലോട്ട് ഇട്ടിട്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യണത്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 3-4 പവർ ബാങ്കുകളുണ്ട്. പിന്നെ ചാർജിങ് ഇതല്ലാണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈക്ലിങ് പോകാൻ നേരത്ത് 2-3 ദിവസങ്ങളിൽ ചിലപ്പോൾ കറണ്ടിൻ്റെ ഇതൊന്നും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി പവർ ബാങ്കിൽ ചാർജ് എല്ലാം ചെയ്ത് സൂക്ഷിച്ചിട്ടാണ് ഇങ്ങനെ ട്രാവലിങ് കണ്ടിന്യൂ ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ ഡയറി ഞാൻ ഇടയ്ക്ക് ട്രാവലിങ്ങിൻ്റെ ഇടയിൽ സമയം കിട്ടാൻ നേരത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സൂക്ഷിക്കുന്ന ഡയറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ക്യാമറ ബാഗിലെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ വാച്ചാണ്. വാച്ച് സ്ട്രാപ്പൊക്കെ പൊട്ടിയിട്ട് ഇപ്പം എടുത്ത് വെച്ചേക്കണം. ഇനി പോണ വഴിക്ക് സ്ട്രാപ്പെല്ലാം മേടിക്കണം. എന്നിട്ട് സ്ട്രാപ്പെല്ലാം മാറ്റി ഇനി യൂസ് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ കുറേ നാളായിട്ട് ഒരു 3-4 വർഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഫോണാണ്. ഇപ്പോൾ വന്ന വഴിക്ക് ഞാൻ ഇതാണ് ഇത്രയും ദിവസം യൂസ് ചെയ്ത്. അപ്പോൾ അത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഒക്കെ പൊട്ടി ആകെ മെമ്മറി ഇഷ്യൂ ഒക്കെ വന്ന് ഹാങ് ആയിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെയുള്ള രാഹുലിൻ്റെ സിസ്റ്റർ യൂസ് ചെയ്ത ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവന്നാണിത്. ഇപ്പോൾ ഞാൻ ഈ ഫോണാണ് ഇപ്പോൾ ട്രാവലിങ്ങിൻ്റെ കണ്ടിന്യൂ യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സൈക്ലിങ്ങിൻ്റെ ഇടയിൽ ഞാൻ യൂസ് ചെയ്യണ റെയിൻ കോട്ടാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു 100 രൂപ 80 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റെയിൻ കോട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മേടിച്ചിട്ട് 1 വർഷത്തിൽ മേളിലായി. ഞാൻ ഇവിടെ നിങ്ങൾ ഈ കണ്ടത് മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്രാവലിന് വേണ്ടി യൂസ് ചെയ്യണ കുറച്ച് എൻ്റെ ട്രാവലിംഗ് ഗിയേഴ്സാണ്. ഇതോടൊപ്പം തന്നെ ചെറുതായിട്ട് കുക്ക് ചെയ്യാനായിട്ടുള്ള ചെറിയ ഗ്യാസും അതോടൊപ്പം തന്നെ ചെറിയ പാത്രങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ അത് പോണ വഴിക്ക് തന്നെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഈ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് നേരെ വിശാഖപട്ടണം, കൊൽക്കത്ത, അവിടെ നിന്ന് ദാർജിലിംഗ് പോയിട്ട് തിരിച്ച് നേപ്പാളിലേക്ക് വരാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ യാത്രയിൽ കുറേ നല്ല അറിവുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ.